ഇന്നലെയും കൂടി പഠിച്ച ഫോർമുലയാണ്, പക്ഷെ ഓർമ്മയില്ല. ആ താക്കോല് ഞാനിപ്പോൾ എവിടെയാണ് വെച്ചത്? അല്ല, ഞാൻ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? എന്തിനാ ഞാൻ വിളിച്ചത്? എന്തോ പറയാൻ വേണ്ടിയിട്ടാ, പക്ഷെ മറന്നുപോയി. ഓർമ്മ അത് എല്ലാവരുടെയും ഒരു പ്രശ്നമാണ്. കൊച്ചു കുട്ടികൾ പോലും പറയുന്നു ഓർമ്മയില്ല. വെൽക്കം ടു 3 at 3. ഓർമ്മശക്തി വർദ്ധിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യാൻ മറന്നു പോകരുത്. ബോഡിയൊക്കെ നല്ല ഫിറ്റ് ആയിരിക്കണം എന്ന് വിചാരിച്ചിട്ട് ചെറുപ്പം മുതലേ ജിമ്മിലൊക്കെ പോകാൻ ശ്രദ്ധിക്കുന്നവരല്ലേ നിങ്ങൾ? അതിലൊക്കെ എന്തോരം കോൺഷ്യസ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അതുപോലെ നമ്മൾ നമ്മുടെ ബ്രെയിനിനെയും ടേക്ക് കെയർ ചെയ്യണ്ടേ? എന്നാലല്ലേ ഈ ഓർമ്മശക്തിയൊക്കെ ഒന്ന് കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഗെയിംസ് ഒക്കെ കളിക്കാവുന്നതാണ്. ദാറ്റ് വിൽ ആക്ച്വലി ഹെൽപ്പ് യു. ഈ ഗെയിംസിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസയൊക്കെ മുടക്കി ഒരുപാട് സാധനമൊക്കെ ഇമ്പോർട്ട് ചെയ്ത് ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ നമ്മുടെ കയ്യെത്തും ദൂരത്ത് തന്നെയുള്ള സാധനങ്ങളാണ്. സുഡോക്കു പോലുള്ള ഗെയിംസ് അറിയില്ലേ? എന്തിനധികം ഈ ന്യൂസ് പേപ്പറിൽ വരെ ഇപ്പോൾ സുഡോക്കു വരാറുണ്ട്. അപ്പോൾ ഈ സുഡോക്കു പോലുള്ള നമ്പർ ഗെയിംസ് കളിക്കുമ്പോൾ നമ്മൾ ശരിക്കും ഒത്തിരി ഫോക്കസ്ഡ് ആവും. ഇങ്ങനെ ഫോക്കസ് ആകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിൻ ഒന്നും കൂടി നന്നായി ട്രെയിൻഡ് ആവും. അതുപോലെ തന്നെയാണ് ചെസ്, ജിഗ്സോ പസിൽസ്, പിന്നെ ഈ വേർഡ് സെർച്ച് ഗെയിംസ്. അതായത് കുറേ ആൽഫബറ്റ്സ് ഒരു കോളത്തിനകത്ത് കൊടുത്തിട്ടുണ്ടാവും, അതിൽ നിന്നും മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡ്സ് ഐഡന്റിഫൈ ചെയ്യുക, അങ്ങനെയുള്ള ഗെയിംസ് ഒക്കെ ഇല്ലേ? ഇതൊക്കെ ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്, ഫ്രീ ആണ്. എന്തിനധികം ആപ്സ് പോലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഫോണിൽ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് അങ്ങനെയുള്ള ഗെയിംസ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്കൊന്ന് കളിച്ചു നോക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നമ്മുടെ മെമ്മറിയെ കൂട്ടാൻ സഹായിക്കും. ഇനി ഒരു പ്രധാന കാര്യമായി, ഷുഗറിൻ്റെ ഇൻടേക്ക് ഇങ്ങോട്ട് കുറച്ചുള്ളൂ. ഈ പഞ്ചസാര ആവശ്യമില്ലാണ്ട് ഒത്തിരി അങ്ങോട്ട് കഴിക്കുമ്പോഴേ, അതും പ്രോസസ്ഡ് ഷുഗർ, ഈ മിഠായി, പിന്നെ ചില ഡ്രിങ്ക്സ് ഉണ്ടല്ലോ, ഈ സോഡ കടങ്ങിയിട്ടുള്ള ഡ്രിങ്ക്സ്, അതിനകത്തുള്ള ഷുഗർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഒത്തിരിയാണ്. അതൊക്കെ ഒത്തിരി കുടിക്കുന്ന ആൾക്കാർ, ഒരുപാട് ബിസ്ക്കറ്റ്സ് ഒക്കെ കഴിക്കുന്ന ആൾക്കാർ, എല്ലാം മിതമായ അളവിൽ കഴിച്ചോളൂ. എല്ലാം നാളെ തന്നെ ഗുഡ് ബൈ പറഞ്ഞ് മാറ്റി വെക്കണം എന്ന് ഞാൻ പറയില്ല, പക്ഷെ എല്ലാത്തിനും ഒരു അളവുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു അളവിൽ നമ്മൾ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ബട്ട് ഇതിൻ്റെയൊക്കെ ഇൻടേക്ക് വല്ലാണ്ട് കൂടുതലാണ് എങ്കിൽ, പ്രത്യേകിച്ച് പ്രോസസ്ഡ് ഷുഗറിൻ്റെ ഇൻടേക്ക്, അത് നിങ്ങളുടെ ഓർമ്മശക്തിയെ സാരമായി ബാധിക്കും എന്നുള്ളത് ഓർത്തോളൂ. ഇനി ഉറക്കം നിങ്ങളുടെ മെമ്മറിയെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വില്ലനാണ്. ഈ ഉറക്കമില്ലാതെ രാത്രി ആവശ്യമില്ലാതെ ഒത്തിരി അധികം ഈ നെറ്റ് സർഫിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരില്ലേ? ചിലപ്പം വീഡിയോസ് ആയിരിക്കും കാണുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റ്സിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്നുണ്ടാവും. അപ്പോൾ ഉറക്കം അങ്ങോട്ട് പോവും, ഉറക്കം വരില്ല, അതാണ് വാസ്തവം. അങ്ങനെ ഉറങ്ങാണ്ടിരുന്നിട്ട് വെളുപ്പാങ്കാലത്ത് ഒരു 3-4 മണിക്കൂറായിരിക്കും ഉറങ്ങുന്നത്. പിന്നെ രാവിലെ വെച്ചിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളും ചെയ്യാനുണ്ടാവുകയും, അപ്പോൾ ഉറക്കത്തിൻ്റെ സമയം അങ്ങോട്ട് കുറയും. ഈ ഉറക്കത്തിൻ്റെ സമയം കുറയുമ്പോഴത്തേനും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ളൊരു റെസ്റ്റ് കിട്ടാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ ശരീരവും ബ്രെയിനും ഒക്കെ എത്തിപ്പെടും. നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ഒരു നിരന്തരമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെഷീൻ ആണെന്നുള്ളത് നിങ്ങൾ ഓർക്കണം. ഇതിനകത്ത് എന്തോരം ഓർഗൻസ് ഉണ്ടല്ലേ? ആ എല്ലാ ഓർഗൻസും വളരെ കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട്. ചില ഓർഗൻസ് നമ്മൾ നല്ല സുഖമായിട്ട് ഉറങ്ങുമ്പോഴും കാര്യമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. 24/7 വർക്കിംഗ് ആയിട്ടുള്ള ഓർഗൻസും നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങൾക്കും ഒരു എക്സ്ട്രാ ലോഡ് ഓഫ് വർക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ, ഒരു മെഷീൻ്റെ കാര്യം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എക്സ്ട്രാ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി വേറെ എൻറ്റയർ സംഭവിക്കില്ലേ? അതുപോലെ തന്നെയല്ലേ ഒരു റെസ്റ്റിംഗ് ടൈം നമുക്ക് ആവശ്യമാണ്. ഈ റെസ്റ്റിംഗ് ടൈമിൽ നിങ്ങൾ വേറുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ശരീരത്തിലുള്ള പല ഓർഗൻസിൻ്റെയും കപ്പാസിറ്റി കുറയും. അതിൽ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് നിങ്ങളുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി. അവിടെ ഏറ്റവും അധികം ബാധിക്കപ്പെടുന്നത് നിങ്ങളുടെ ഓർമ്മശക്തിയാണ്. പിന്നീട് ഓർമ്മയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് ഓർമ്മശക്തി കൂട്ടാൻ ആഗ്രഹിക്കുന്നവർ കൃത്യസമയത്ത് ഉറങ്ങാനും കൃത്യസമയത്ത് എഴുന്നേൽക്കാനും ശ്രദ്ധിക്കണം. വീണ്ടും 3 ദിവസത്തിന് ശേഷം മറ്റു 3 ടിപ്പുകളുമായി നമുക്ക് വീണ്ടും കാണാം.